ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളിൽ ആഗോള നേതൃനിരയിൽ എത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സംസ്ഥാനത്ത് SIRന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് ജാമ്യം അനുവദിച്ച് കൊല്ലം വിജിലൻസ് കോടതി. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയയിൽ വീഴ്ചയുണ്ടായെന്ന പരാതിയിൽ വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി. സാമൂഹിക നീതിക്കും വികസനത്തിനും പുനരുജ്ജീവിപ്പിച്ച പ്രതിബദ്ധത എന്ന സന്ദേശവുമായി ഇന്ന് ലോക സാമൂഹിക നീതി ദിനം. CISFന്റെ വന്ദേമാതരം തീരദേശ സൈക്ലത്തോൺ കേരളത്തിലെത്തി. സൈക്ലത്തോണിന്റെ സമാപനം ഞായറാഴ്ച കൊച്ചിയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. ഉച്ചകോടിയുടെ 5ാം ദിവസമായ ഇന്ന് ആഗോള AI രംഗവുമായി ബന്ധപ്പെട്ട് നേതാക്കളുടെ പ്രഖ്യാപനമുണ്ടാകും. ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യ US പാക്സ് സിലിക്ക പ്രഖ്യാപനം ഒപ്പുവച്ചു. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളിൽ ആഗോള നേതൃനിരയിൽ എത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഉച്ചകോടിയോടനുബന്ധിച്ചുള്ള AI ഇംപാക്ട് എക്സ്പോ നാളെ സമാപിക്കും. സംസ്ഥാനത്ത് SIRുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടികയിൽ 2,69,53,644 വോട്ടർമാരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവർക്ക് തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം വരെ പേര് ചേർക്കാനുള്ള അപേക്ഷ നൽകാനാവും. നാളെ മുതൽ ഇതിനുള്ള അപേക്ഷകൾ നൽകാവുന്നതാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ ഒരുക്കുന്ന വയനാട് മാതൃകാ ടൌൺഷിപ്പിന്റെ 1ാം ഘട്ടം പൂർത്തിയായി. ഈ മാസം 25-ന് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ഗുണഭോക്താക്കൾക്കുള്ള പട്ടയങ്ങളും വിതരണം ചെയ്യും. ടൌൺഷിപ്പിന്റെ 1ാം ഘട്ടത്തിൽ 178 വീടുകളാണ് പൂർത്തിയായത്. വളർത്തുമൃഗങ്ങൾക്കായുള്ള രാജ്യത്തെ ആദ്യ താൽക്കാലിക ദുരിതാശ്വാസ കേന്ദ്രം വയനാട്ടിൽ സജ്ജമാകുന്നു. 200ഓളം വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള സൌകര്യമാണ് ഇവിടെ ഒരുങ്ങുന്നത്. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത്, ഹൈദരാബാദ് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര NGO ഹ്യൂമൻ വേൾഡ് ഫോർ ആനിമൽ ഇന്ത്യ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഹ്യൂമൻ വേൾഡ് ഫോർ ആനിമൽസ് ഇന്ത്യയാണ് തുക വഹിക്കുക. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പദ്ധതി മേൽനോട്ടവും കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് പരിപാലന ചുമതലയും വഹിക്കും. ഫെബ്രുവരി 21-ന് ശിലാസ്ഥാപനം നടത്തുമെന്നും 1 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ജാമ്യം ലഭിച്ചെങ്കിലും ദ്വാരപാലക ശില്പ കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ പത്മകുമാറിന് ജയിൽ മോചിതനാകാൻ സാധിക്കില്ല. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതായി പരാതി. 5 വർഷം മുൻപ് ഗർഭപാത്രം നീക്കം ചെയ്ത പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന്റെ വയറ്റിലാണ് എക്സ്റേ എടുത്തപ്പോൾ കത്രിക കണ്ടെത്തിയത്. സംഭവത്തിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. വളരെ വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഈ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള വിദഗ്ധ ഡോക്ടേഴ്സ് ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദഗ്ധ സമിതി രൂപീകരിക്കാൻ DMAയോട് ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരൊക്കെയാണ് റിട്ടയർ ചെയ്ത് പോയിട്ടുള്ളത്, ഇപ്പോൾ സർവീസിൽ ആരെങ്കിലും ഉണ്ടോ, അപ്പോൾ ഇത് പരിശോധിച്ച് സർവീസിലുള്ളവരെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരെ തിരിച്ചറിഞ്ഞതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. അന്നത്തെ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ ലളിതാംബികയുടെ യൂണിറ്റിലെ ഡോക്ടർ ഷാഹിദയാണ് സർജറി നടത്തിയത്. അതേസമയം സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ വാർത്താസമ്മേളനത്തിനിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധവുമായി എത്തി. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി.
തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ അക്രമം നടന്നതായി ആരോപിച്ച് പ്രതിഷേധവുമായി KGMOA. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ OP സേവനങ്ങൾ ബഹിഷ്കരിക്കുമെന്നും അടിയന്തര സേവനങ്ങൾ മാത്രം തുടരുമെന്നും സംഘടന വ്യക്തമാക്കി. സമരം വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ച് നാളെ ജനറൽ ബോഡി യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നും സംഘടന അറിയിച്ചു. തീരദേശ സുരക്ഷാ അവബോധം, ദേശീയ ഐക്യം, സമൂഹ പങ്കാളിത്തം എന്നിവ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി CISF സംഘടിപ്പിക്കുന്ന വന്ദേ മാതരം തീരദേശ സൈക്ലത്തോൺ കേരളത്തിലെത്തി. കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലെ സ്വീകരണത്തിനു ശേഷം പശ്ചിമ തീരസംഘം കോഴിക്കോട്ടേക്ക് തിരിച്ചു. 25 ദിവസം 6553 കിലോമീറ്റർ സഞ്ചരിക്കുന്ന സൈക്ലത്തോൺ ഞായറാഴ്ച കൊച്ചിയിൽ സമാപിക്കും. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബന്ദി സഞ്ജയ് കുമാർ പരിപാടിയിൽ മുഖ്യാതിഥിയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് മറ്റന്നാൾ. പരിപാടിയുടെ 131 പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഇന്നുകൂടി അറിയിക്കാം. ദേശീയ പരിസ്ഥിതി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം ഹരിത കേരള മിഷൻ സംസ്ഥാനത്ത് നടത്തിയ പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് ത്രിദിന പരിസ്ഥിതി സമ്മേളനം സംഘടിപ്പിക്കുന്നത്. 18 സെഷനുകളിലായി 73 പ്രബന്ധങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ഇന്ന് ലോക സാമൂഹിക നീതി ദിനം. ദാരിദ്ര്യം, ലിംഗ അസമത്വം, തൊഴിലില്ലായ്മ തുടങ്ങിയ ആഗോള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടാണ് 2007 മുതൽ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. സാമൂഹിക നീതിക്കും വികസനത്തിനും പുനരുജ്ജീവിപ്പിച്ച പ്രതിബദ്ധത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം ഇന്ന് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ മില്ലുകൾ മുഖേന ഇന്ന് മുതൽ നെല്ലെടുപ്പ് ആരംഭിക്കും. സംഭരണ രസീത് ഹാജരാക്കുന്ന മുറയ്ക്ക് സഹകരണ സംഘങ്ങൾ വഴി നെല്ല് വില കർഷകർക്ക് നൽകാനാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. തൃത്താല, പട്ടാമ്പി, മണ്ണാർക്കാട്, ഷൊർണൂർ, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പരിധിയിലെ പാടശേഖരങ്ങളിൽ നിന്നാണ് ഇന്നു മുതൽ നെല്ലെടുത്ത് തുടങ്ങുക. 37 മില്ലുകളാണ് നെല്ലെടുപ്പിന് സപ്ലൈകോയുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഇത്തവണ കൂടുതൽ മില്ലുകൾ ഉള്ളതിനാൽ നെല്ലെടുപ്പിൽ പ്രതിസന്ധി ഉണ്ടാവില്ലെന്നാണ് സപ്ലൈകോ കരുതുന്നത്. വില വിതരണം സഹകരണ ബാങ്കുകൾ വഴിയായതിനാൽ കൃഷിക്കാർക്ക് നെല്ലുവില ലഭിക്കാൻ കാത്തിരിക്കേണ്ടി വരില്ലെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് സഹകരണ മേഖല വഴി നെല്ലെടുക്കുന്ന പദ്ധതിക്ക് പാലക്കാട് ജില്ലയിലാണ് തുടക്കം കുറിക്കുന്നത്. കേരളത്തിൽ പകൽ താപനില വർദ്ധിക്കുന്നതിനൊപ്പം അൾട്രാ വയലറ്റ് സൂചിക ഉയരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. പകൽ 10 മുതൽ 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾ തുടങ്ങിയവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കോഴിക്കോട് കനോലി കനാലിനു കുറുകെ നിർമ്മിച്ച വലിയ പാലത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. അഹമ്മദ് ദേവർകോവിൽ MLA അധ്യക്ഷനായി. 16.53 കോടി രൂപ ചെലവിൽ 195 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലും ആർച്ച് മാതൃകയിൽ നിർമ്മിച്ചതാണ് ഈ പാലം. ഹിന്ദി സംസാരിക്കാൻ താൽപര്യമുള്ളവർക്കായി രാഷ്ട്രഭാഷാവേദി കോഴിക്കോട് ഹിന്ദി ക്ലാസുകൾ ആരംഭിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 5 മണി മുതൽ 6:30 വരെയാണ് ക്ലാസുകൾ. ഗാന്ധിഗ്രഹത്തിൽ സംഘടിപ്പിക്കുന്ന ക്ലാസിന്റെ ഉദ്ഘാടനം ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭ ഭരണസമിതി മെമ്പർ ഗോപി ചെറുവണ്ണൂർ ഇന്ന് നിർവഹിക്കും. കണ്ണൂർ പാനൂരിനടുത്ത് ബോംബ് സ്ഫോടനത്തിൽ ഒരാൾക്ക് പരിക്ക്. JCB ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളിൽ ആഗോള നേതൃനിരയിൽ എത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സംസ്ഥാനത്ത് SIRന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന് ജാമ്യം അനുവദിച്ച് കൊല്ലം വിജിലൻസ് കോടതി. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയയിൽ വീഴ്ചയുണ്ടായെന്ന പരാതിയിൽ വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി. സാമൂഹിക നീതിക്കും വികസനത്തിനും പുനരുജ്ജീവിപ്പിച്ച പ്രതിബദ്ധത എന്ന ലക്ഷ്യവുമായി ഇന്ന് ലോക സാമൂഹിക നീതി ദിനം.
CISFന്റെ വന്ദേമാതരം തീരദേശ സൈക്ലത്തോൺ കേരളത്തിലെത്തി. സൈക്ലത്തോണിന്റെ സമാപനം ഞായറാഴ്ച കൊച്ചിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.